എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ ഇന്നത്തെ സോഷ്യൽ സയൻസ് പരീക്ഷയോടുകൂടി അവസാനിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു സമയം ഇംഗ്ലീഷ് ഗ്രാമർ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അത് നിങ്ങൾക്ക് +1 അഡ്മിഷൻ സമയത്ത്, അതായത് +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയത്ത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ സോഷ്യൽ സയൻസ് പരീക്ഷ ഈസി ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ, അതുപോലെ എത്ര മാർക്ക് ലഭിക്കുമെന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഏത് ഗ്രേഡ് ലഭിക്കുമെന്നുള്ളതും വിദ്യാർത്ഥികൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്ര മാർക്കേ ലഭിക്കൂ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകുമെന്നൊന്നും കരുതി നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ പരീക്ഷ കഴിഞ്ഞ ശേഷം ആ ഒരു പരീക്ഷയിൽ എഴുതാൻ സാധിച്ചില്ല, പ്രതീക്ഷ മാർക്ക് ലഭിച്ചിട്ടില്ല എന്നൊക്കെ കരുതി ടെൻഷനൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഓൾറെഡി പരീക്ഷ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് വാല്യുവേഷൻ ചെയ്യുക. അതായത് വാല്യുവേഷൻ ലിബറലായിട്ടാണ് വാല്യുവേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര ഗ്രേഡ്, അതായത് എത്ര മാർക്കിന് ഏത് ഗ്രേഡ് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ടോട്ടൽ 10 വിഷയമാണുള്ളത്. അപ്പോൾ 10 വിഷയത്തിൽ 3 വിഷയങ്ങളാണ് ഈ ഒരു 80 മാർക്കിൽ വരുന്നത്. ബാക്കി വിഷയങ്ങൾ 40 മാർക്കിലാണ് വരിക. ഇംഗ്ലീഷും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ ഗണിതശാസ്ത്രം എന്നിവയാണ് 80 മാർക്കിൽ വരുന്ന വിഷയങ്ങൾ. ബാക്കി എല്ലാ വിഷയങ്ങളും 40 മാർക്കിലാണ് വരിക. 80 മാർക്കിൻ്റെ വിഷയത്തിന് 20 മാർക്ക് CEയും 40 മാർക്കിൻ്റെ വിഷയത്തിൽ 10 മാർക്ക് CEയും ആണുള്ളത്. അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് 50ലും 100ലുമാണ് ഓരോ വിഷയങ്ങളുടെയും ഒരു മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ എഴുത്ത് പരീക്ഷ, അതായത് TE മാർക്കും അതുപോലെ തന്നെ തിയറി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പരീക്ഷയുടെ മാർക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് CE മാർക്ക്, അതായത് നിങ്ങൾ ക്ലാസ്സിൽ നിന്നും നോട്ട് എഴുതുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾ പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് ഇതുപോലുള്ളവയൊക്കെ ചെയ്യുന്നതിന് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്ന മാർക്കാണ് CE മാർക്ക്, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നാണ് CEയുടെ പൂർണ്ണരൂപം. അപ്പോൾ ഈ ഒരു CE മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള മാർക്കാണ്. അതുപോലെ ഗ്രേസ് മാർക്കാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇല്ലാത്തത്. അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റികളിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടാവുക. അപ്പോൾ ഗ്രേസ് മാർക്കാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇല്ലാത്തത്. CE മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള മാർക്കാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് നേടിയാലാണ് ഓരോ ഗ്രേഡ്, അതായത് A+ ഗ്രേഡ്, A ഗ്രേഡ്, B+, B, C+, അതുപോലെ D+, D, E ഗ്രേഡ് എന്നിങ്ങനെ നേടാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ നോക്കാം. അപ്പോൾ 80 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 90 മുതൽ, അതായത് 80 മാർക്കാണ് CE മാർക്ക്, അതുപോലെ തന്നെ 20 മാർക്ക്, അതായത് 80 മാർക്കല്ല 50 മാർക്ക് TE മാർക്ക്, അത് എഴുത്ത് പരീക്ഷ ലഭിക്കുന്ന മാർക്ക്. അതുപോലെ 20 മാർക്കാണ് CE മാർക്ക്, അതായത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരുന്ന മാർക്കാണ് 20 മാർക്ക്. ടോട്ടൽ നോക്കുന്ന സമയത്ത് 100 മാർക്കാണ് വരിക. ഈ ഒരു 100ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 90 മുതൽ 100 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഗ്രേഡും 80 മുതൽ 89 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ A ഗ്രേഡും, അതുപോലെ തന്നെ B+ ലഭിക്കാനായിട്ട് 70 മുതൽ 79 വരെ മാർക്കാണ് വേണ്ടത്. അതുപോലെ B ഗ്രേഡ് കിട്ടാനായിട്ട് 60 മുതൽ 69 വരെ മാർക്കും, അതുപോലെ C+ കിട്ടാനായിട്ട് 50 മുതൽ 59 വരെ മാർക്കുമാണ് വേണ്ടത്. അതുപോലെ C കിട്ടണമെങ്കിൽ 40 മുതൽ 49 വരെ മാർക്കും, അതുപോലെ തന്നെ D+ കിട്ടണമെന്നുണ്ടെങ്കിൽ 30 മുതൽ 39 വരെ മാർക്കുമാണ് നേടേണ്ടത്. D+ എങ്കിലും മിനിമം നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു SSLC പരീക്ഷയിൽ ഫെയിൽഡ് ആവും. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ പരീക്ഷയിൽ പാസ്സാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേപ്പറിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് ഫെയിൽഡ് ആവുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത ഒരു വിദ്യാർത്ഥി സാധാരണഗതിയിൽ D+ എങ്കിലും മിനിമം നേടിയിട്ട് ജയിക്കാറുണ്ട്. ഇനി D ഗ്രേഡ് എന്ന് പറയുന്നത് 20 മുതൽ 29 വരെ മാർക്കും, E ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 20 മാർക്കിനും താഴെയുള്ള മാർക്കാണ് ഈ ഒരു E ഗ്രേഡ് എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് 40 മാർക്കിൻ്റെ വിഷയത്തിൽ എത്ര മാർക്ക് നേടിയാലാണ് A+ ലഭിക്കുക എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് A+ ലഭിക്കണം എന്നുണ്ടെങ്കിൽ 35 മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ നേടേണ്ട മാർക്ക്. ഇതിനോടൊപ്പം 10 മാർക്ക് കൂട്ടുന്ന സമയത്ത് 50ൽ 45
മുതൽ 50 വരെ മാർക്ക് കിട്ടുന്ന സാഹചര്യത്തിലാണ് ആ ഒരു വിദ്യാർത്ഥി പരീക്ഷ പാസ്സാവുകയില്ല, A+ ഗ്രേഡ് കിട്ടുക. ജയിക്കാനായിട്ട് നിങ്ങൾക്ക് 15 മാർക്കാണ് CE ഉൾപ്പെടെ വേണ്ടത്. അതായത് 5 മാർക്ക് എഴുത്ത് പരീക്ഷയിലും 10 മാർക്ക് CE മാർക്കും കൂട്ടുന്ന സമയത്ത് 15 മാർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്കാണ് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിക്കാനുള്ള സാധ്യത എന്നുള്ളത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം ഇതിനോടൊപ്പം 10 മാർക്ക് കൂട്ടുക. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ CE മാർക്കാണ്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 40 മാർക്കാണ് വരിക. 40നെ നിങ്ങൾ 2 കൊണ്ട് ഗുണിക്കുക. അതായത് 100ലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നിലവിൽ അത്. ആ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് 50ലാണ് വരിക. 100ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 2 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ നോക്കുമ്പോൾ 80 മാർക്കാണ് കിട്ടുക. അപ്പോൾ 80 മാർക്ക് ഇതിൽ ഏത് റേഞ്ചിലാണ് വരിക എന്നുള്ളത് നോക്കുക. അത് നിങ്ങൾക്ക് A ഗ്രേഡിൻ്റെ റേഞ്ചിലാണ് വരുന്നത്. ഇതേ രീതിയിൽ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് 12 മാർക്കാണ് കിട്ടിയത് എന്ന് കരുതുക. ഇതിനോടൊപ്പം ചെയ്യേണ്ടത് 10 മാർക്ക് CE ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് 22 മാർക്കാണ് കിട്ടുക. ഇതിനെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 44 മാർക്കാണ് വരിക. അപ്പോൾ ഈ ഒരു 44 ഏത് ഗ്രേഡിലാണ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ 40 മുതൽ 49 വരെ മാർക്ക് ലഭിക്കുന്നത് C ഗ്രേഡ് ആണ്. ആ ഒരു അത്രയും മാർക്കിന് C ഗ്രേഡാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പരീക്ഷ ഏതായാലും അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് വെക്കേഷനാണ്. അപ്പോൾ ആ ഒരു വെക്കേഷൻ ടൈം നിങ്ങൾ ജസ്റ്റ് ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇതുപോലുള്ള ലാംഗ്വേജുകളും അതുപോലെ അതിൻ്റെ ഗ്രാമേഴ്സും ഒക്കെ പഠിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ മാത്സിൻ്റെ ആ ഒരു ആവശ്യമുള്ള വിദ്യാർത്ഥികൾ മാത്സും ജസ്റ്റ് വേണമെങ്കിൽ ചെയ്തു പഠിക്കാം. നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പാർട്ടും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ജസ്റ്റ് എന്തെങ്കിലും സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു കഥ വായിച്ച ശേഷം അതിനെ ജസ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ SSLC പരീക്ഷ തോൽക്കുമോ എന്നുള്ളത് ആലോചിച്ച് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പേപ്പറിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി SSLC പാസ്സാവാനുള്ള വളരെയധികം സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.